ഞാൻ പഠിച്ച കോഴ്സ് ഏതാണെന്നും കെമിസ്ട്രി റിലേറ്റഡ് ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള കോഴ്സുകൾ ഏതാണെന്നൊക്കെ ചോദിച്ചിട്ട് 1-2 കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊരു റിപ്ലൈ ആയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ പഠിച്ചത് BSc കെമിസ്ട്രിക്ക് ശേഷം PG ഡിപ്ലോമ ഇൻ അനലിറ്റിക്കൽ കെമിസ്ട്രിയാണ്. അത് ഞാൻ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റിയായ IGNOU എന്നാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കെമിസ്ട്രി റിലേറ്റഡ് ആയിട്ട് IGNOUവിൽ ഇതല്ലാതെ വേറൊരു കോഴ്സും ഞാൻ പഠിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ MSc കെമിസ്ട്രി, MSc അനലിറ്റിക്കൽ കെമിസ്ട്രി, MSc ഇൻഡസ്ട്രിയൽ സേഫ്റ്റി അങ്ങനത്തെ കുറച്ച് അധികം കോഴ്സുകളൊക്കെ ഉണ്ട്. അപ്പം ഞാനെടുത്തത് PG ഡിപ്ലോമ ഇൻ അനലിറ്റിക്കൽ കെമിസ്ട്രി. അതൊരു 1 ഇയർ കോഴ്സാണ്. അപ്പോൾ ലാബ് പരമായിട്ട് ജോലി നോക്കാൻ താല്പര്യമുള്ളവർക്ക് നല്ലൊരു കോഴ്സായിട്ടാണ് ഇത് തോന്നുന്നത്. പിന്നെയെന്ന് വെച്ചാൽ IGNOUവിൻ്റെ ഒരു പോരായ്മ എന്നുള്ളത് എല്ലാത്തിലും കുറച്ചൊരു ഡിലേ ആണ്. അതല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല. ഞാൻ 2021 കോഴ്സ് ചെയ്തത്. പക്ഷേ എനിക്ക് എല്ലാം കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് കയ്യിൽ കിട്ടിയിട്ടില്ല. പക്ഷേ അടുത്ത് തന്നെ കിട്ടും എന്നാണ് വിചാരിക്കുന്നത്. പിന്നെയെന്ന് വെച്ചാൽ ഇതിന് ഫീസ് പറഞ്ഞത് 10,000 റുപ്പീസാണ്. അസൈൻമെൻറ്റ് സബ്മിഷന്, തിയറി, ലാബ് ഒക്കെ ഉണ്ട്. ലാബ് എങ്ങനെയെന്ന് കുറേ ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ ഈ തിയറിയും അസൈൻമെൻറ്റിൻ്റെ സബ്മിഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു 10 ഡേയ്സ് നമ്മുടെ സെൻറ്ററിൽ പോയിട്ട് ഒരു 10 ഡേയ്സ് ക്ലാസ്സും എക്സാമും കൂടി ഈ 10 ഡേയ്സിൽ ഉൾപ്പെടുത്തിയിട്ടാണ് ചെയ്തു തരുന്നത്. അതൊക്കെ ഓക്കെയാണ്, നമുക്ക് പ്രശ്നമൊന്നുമില്ല. പിന്നെ കേരളത്തിൽ എനിക്ക് തോന്നുന്നത് തിരുവനന്തപുരം മാറിവാനിയോസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ്, കത്തോലിക്കറ്റ് കോളേജ്, ഈ 3 സെൻറ്ററാണ് ഈ ഒരു കോഴ്സിന് ഉള്ളത്. അതേപോലെ MScക്കും ഇത് തന്നെയാണ് ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് വേണമെങ്കിൽ IGNOUവിൻ്റെ സൈറ്റിലൊക്കെ നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ എന്ത് ചെയ്യുക, അങ്ങനെ കോഴ്സ് സെലക്ട് ചെയ്തിട്ട് പഠിക്കാൻ നോക്കുക കേട്ടോ.